Welcome to Onnonna Ruchi, co-powered by Suntips and 916 Coco brand coconut oil, diary partner Payshi and our education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുടുംബശ്രീ ശാരദയിലെ നായകനായ ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട പ്രബിനാണ്. സ്വാഗതം ചെയ്യാം പ്രബിൻ. നിങ്ങളുടെ സീരിയലൊക്കെ കണ്ട് നിങ്ങളെ ഇവിടെ വിളിക്കണമെന്ന് കുറേ നാളായിട്ട് വന്നിട്ട് ഇപ്പോഴാണ് അതിന്റെ ഒരു സംഭവം. എനിക്കും വരണം ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഈ ഷൂട്ടിംഗ് തിരക്കിന്റെ അറിയാലോ, നമ്മളും സി കേരളത്തിലുമായിട്ട് ഇത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഷെഡ്യൂളൊക്കെ നമുക്കറിയാം. പിന്നെ എല്ലാം സുഖമായിട്ട് പോകുന്നു. ഇവരുടെയൊക്കെ കാരുണ്യം കൊണ്ട് നന്നായിട്ട് പോകുന്നു. പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരിയലായിട്ട് മാറുന്നതിൽ അറിഞ്ഞാലും ആദ്യമായിട്ട് വന്ന സീരിയലൊക്കെ ഇത്രയും ആളുകൾക്ക് പോപ്പുലർ ആവുന്നതും കഥാപാത്രം ഇഷ്ടപ്പെടുന്നതൊക്കെ ആണല്ലോ എല്ലാവരുടെയും. ആദ്യം ഞാൻ ചെയ്ത ചെമ്പരത്തി എന്ന് പറഞ്ഞ സീരിയലാണ്. അതാണ് ആദ്യമായിട്ട് 1000 എപ്പിസോഡ് പോകുന്ന സി കേരളം, ആദ്യമായിട്ട് പോകുന്നത്. സെക്കൻഡ് ഇപ്പോൾ കുടുംബശ്രീ ശാരദ പോകുന്നു. അപ്പോൾ വൺ ഓഫ് ദ ടോപ്പ് റേറ്റിംഗ് സീരിയലായിട്ട് പോകുന്നു. അതൊരു ഭാഗ്യം. അപ്പൊ അതൊക്കെ പോട്ടെ, നമ്മൾ ഇവിടെ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സാറിനെ കാണാനായിട്ട് മെയിൻ ആയിട്ട് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇവിടെ വന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കി തരണം, എന്നോട് കുറെ നിങ്ങളുടെ കഥകൾ പറയണം, എല്ലാം നമുക്ക് അറിയണം. സോ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ വൈഫ് പഠിപ്പിച്ചു തന്ന ഒരു ചെറിയൊരു സാധനം എന്താ വെച്ചാൽ പ്രോൺസ് വട, അല്ലെങ്കിൽ ചെമ്മീൻ വട. ഓക്കെ, ചെമ്മീൻ വട നല്ല അത്യാവശ്യം സ്വാദുള്ള ഒരു സംഭവമാണ്. ചെമ്മീൻ വെച്ച് എന്തുണ്ടാക്കിയാലും രുചികരമാണ് അല്ലേ? അപ്പോൾ പിന്നെ അതിനകത്ത് നോക്കേണ്ട കാര്യമില്ല, ഒരു അടിപൊളി ഡിഷായിരിക്കും. നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. തീർച്ചയായിട്ടും. പ്രബിൻ പറഞ്ഞ ചെമ്മീൻ വടയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. കടലപ്പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, അരിപ്പൊടി, പിന്നെ ചെമ്മീൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ മസാലയുണ്ട്, അതും വെച്ചിട്ട് അതൊക്കെ റെസിപ്പി നമ്മൾ പറയാം. ഈ റെസിപ്പി ആരുടെയാണ് അത് പറയാം? ഇത് ആക്ച്വലി എൻ്റെ വൈഫാണ് ഇത് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഇതിനെപ്പറ്റി എനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല. ഞാൻ എടുത്ത് പറയുന്നത് എന്താന്ന് പറയാം, ഞാൻ കുക്കല്ല എനിക്ക് ടെൻഷൻ. കാരണം എനിക്ക് സാധനം ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം നമ്മൾ വീട്ടില് ഇപ്പൊ പ്രേക്ഷകർ കാണുന്നവർക്ക് അറിയാം, നമ്മളിപ്പോ വീട്ടില് ഒരു തമാശ രീതിയിൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി ഇത് ഇന്ന് ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിറങ്ങി കൊടുക്കും. അവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഓക്കെ ആയെന്നുള്ളത് എക്സ്പെക്ടേഷൻ. ഇതിന്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു കുലപതി എന്നുള്ള രീതിയിലുള്ള ഒരു മനുഷ്യനെ ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്. അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരെയാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നതും. അപ്പൊ ആ ഒരു ത്രൂ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും അല്ലറ ചിലരൊക്കെ ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോസസ്സ് ഇത് ഇടയ്ക്ക് ഉണ്ടായി കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കഴിക്കാറുണ്ടാക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇനി അതിന്റെ മസാലയിലേക്ക് പോകാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഒരു ബൗൾ എടുക്കാം. ആ ബൗള്. അപ്പൊ നമുക്ക് ചെമ്മീൻ ആദ്യം ഇതിലിടാം. ഓക്കെ, പിന്നെ നമ്മള് ഇത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, അതെല്ലാം കൂടിയിട്ട് അവസാനം ഇട്ടാൽ മതി, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് കൊളായി. ഇനി കുറച്ച് ഉപ്പുപട. പിന്നെ ഇനിയിപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഗ്രിപ്പിന് അല്ലെങ്കിൽ ഒരു സുഖത്തിന് വേണ്ടി നമ്മളെപ്പോഴും ഈ കടലമാവ് കുറച്ച് ചേർക്കും. കുറച്ച് അരിപ്പൊടി കുറച്ച് മതി, എല്ലാം കുറച്ച് മതി, അല്ലെങ്കിൽ അത് ഡോമിനേറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കുറച്ച് കടലമാവ് ഇടാം, കുറച്ച് അരിപ്പൊടി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ? ഓക്കെ. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട കാര്യം, നമ്മുടെ കുടുംബശ്രീ ശാരദയിലെ ഭയങ്കരമായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് വന്നിരിക്കണം. അതിന്റെ വിശേഷങ്ങളും. കുടുംബശ്രീ ശാരദ ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, നല്ല രീതിയിൽ എന്താ പറയുക അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്താ പറയുക, എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ നെയിം വിഷ്ണു എന്നാണ് ക്യാരക്ടർ നെയിം. അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് കാണുമ്പോഴും വിഷ്ണു പ്രബിൻ എന്നുള്ള പേരിനെക്കാട്ടി കൂടുതൽ വിഷ്ണുവായിട്ട് മാറിയില്ല. അതെ. അത് സന്തോഷം, കാരണം നമ്മുടെ ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആൾക്കാർക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. സോ നല്ല രീതിയിൽ പോകുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പൊ അതിലൊരു സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു അവസരം? നമുക്കൊക്കെ നിങ്ങൾ അഭിനയം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണെന്നറിയാം, പക്ഷെ അത് ആ ഒരു ഫൈനൽ ആ കടമ്പ എങ്ങനെ കടന്നു?
ഫൈനൽ കടമ്പ ആയിട്ടില്ല ആക്ച്വലി. എനിക്ക് എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യമാണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് എനിക്ക് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നടനാവണം എന്നാണ് ആഗ്രഹം. തീർച്ചയായും. അപ്പോൾ ഇതിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ട് എനിക്ക് എന്നും ഇപ്പോൾ സി കേരളമാണ് എനിക്ക് അതിനൊരു ചവിട്ടുപടി. സ്റ്റെപ്പിംഗ് സ്റ്റോൺ. തീർച്ചയായിട്ടും. കാരണം അത് ഏതൊരു ഷോയിലും ഇപ്പോൾ ഈ കാണുന്നവർക്ക് പറയാം, ഞാനത് എവിടെ പോയാലും പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്കൊരു കൈത്താങ്ങായിട്ട് പിടിച്ച് കയറ്റിച്ചത് സി കേരളമാണ്. അതെ. പക്ഷെ എങ്ങനെയൊക്കെയോ സി കേരളം എന്തോ എന്നെ കൈപിടിച്ച് റൈറ്റ് ടൈമിൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റി വരും. സത്യമായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ പൈസയായിട്ട് ഇങ്ങനെ ഇപ്പൊ ആക്ച്വലി ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഇത്തിരി കൂടി പൊടി ഇടാൻ വേണമെങ്കിൽ ഇട്ടോളൂ. വീട്ടില് എപ്പോഴും ഇതേപോലെ കുക്ക് ചെയ്യാനൊക്കെ താല്പര്യമാണോ, അതോ സമയം കിട്ടിയാൽ? കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ ഭാര്യ എന്നെക്കാട്ടും നല്ല കുക്കാണ്. വെറുതെ നമ്മള് പിന്നെ ഇല്ലേ നല്ലൊരു ഓപ്ഷൻ. എനിക്കൊരു കോമ്പറ്റീഷൻ പറ്റില്ല പുള്ളിക്കാരിയായിട്ട്. വൈഫ് ഉണ്ടാക്കി തരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ഒരു ചോയ്സ് നിങ്ങൾക്കാണ്, നിങ്ങൾ എന്ത് പറയാം? ബിരിയാണി. ബിരിയാണി തന്നെയാണ്. അയ്യോ, ബിരിയാണി എൻ്റെ ഒരു ഏറ്റവും എനിക്കറിയില്ല. ഞാനിത് എപ്പോഴും എൻ്റെ വൈഫിനോടൊക്കെ പറയാനുള്ള കാര്യമാണ്. ഞാൻ ഫുഡ് കഴിക്കുമ്പോഴേ സാർ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്കതൊരു മെഡിറ്റേഷനാണ്. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കില്ല. അതിനകത്ത് മുഴുക മാത്രമല്ല, ഞാൻ ഒന്നും ചിന്തിക്കില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. ഈ ലോകമേ ചിന്തിക്കില്ല. സോ ഞാൻ എപ്പോഴും ചിന്തിക്കും എനിക്കൊരു മെഡിറ്റേഷൻ ആയിരിക്കണം അത്. കാരണം ഒന്നും ചിന്തിക്കില്ല. ഞാനത് കഴിക്കുമ്പോൾ ലോകത്ത് എന്ത് നടന്നാലും ഞാനത് ഇപ്പോൾ ഒരാൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ ഓടില്ല എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷെ പൊതുവെ എൻ്റെ വൈഫിന് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് ഫുഡ് കഴിക്കുമ്പോൾ സംസാരിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ അതിൽ ഏറ്റവും മോശമാണ്. ഞാൻ സംസാരിക്കില്ല. ഞാൻ ഇതിലിങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത്. അത് എൻ്റെ ഒരു നെഗറ്റീവാണ് എന്നാൽ പോസിറ്റീവാണ്. റീജുവിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ പലതും തോന്നിയാലും നമുക്ക് സ്വയം തിരിച്ചറിയല്ലേ നമ്മുടെ ഹാപ്പിനെസ്സിൽ എങ്ങനെയാണ്. എനിക്കത് ഭയങ്കര റീഫ്രഷിംഗ് ആണ്. ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കുമ്പോൾ മിണ്ടാതിരുന്ന് കഴിക്കാന്നുള്ളത്. സാധാരണ ഈ വട ഇതേ നിറത്തിൽ തന്നെയാണോ അതോ മസാലയുടെ ആവശ്യമുണ്ടോ? അല്ല, ഇത് ആക്ച്വലി ഇത് ഓരോ ഡിപ്പെൻസ് ആണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ കളർ വേണമെന്നൊന്നുമില്ല. ഞാൻ ഇതിന്റെ ഉള്ളിലെ കണ്ടന്റ് ആണ്. അപ്പൊ വേണമെങ്കിൽ എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇടാം. ഒരു ചെറിയ ഒരു മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാം. ഓക്കെ, ഞാനത് വേണമെങ്കിൽ ഇടാം. പിഞ്ച് ഓഫ് ടർമറിക്. നേരത്തെ പറഞ്ഞ പോലെ പ്രോൺ ജസ്റ്റ് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുന്നു. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും ക്രഷ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തുല്യ അളവിൽ കടലപ്പൊടിയും അരിപ്പൊടിയും ഉപ്പൂടെ ചേർത്ത് അതൊരു പരുവത്തിലാക്കി ഒരു നുള്ള് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു ചെറിയൊരു കളർ മാറ്റത്തിന്. എന്നിട്ട് ഇത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വടയായിട്ട് ചുട്ടെടുക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അതെ, എൻ്റെ ഭാര്യ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇവര് ഈ ചിലരൊക്കെ ഈ എണ്ണയില്ലേ കൈകൊണ്ട് മുക്കിയിട്ട് ഇങ്ങനെ കൈയൊക്കെ കഴുകുന്നു പറയണം. ഈ ചില വീട്ടുകാരെ എനിക്കൊക്കെ നല്ല പേടിയാണിത്. കാരണം ഒന്നും ചിന്തിക്കുന്ന ഈ സാധനം മുഖത്തേക്ക് മുഖം കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ബിരിയാണി അല്ലാതെ ഇപ്പൊ ബിരിയാണി നിങ്ങളൊരു 5 വട്ടം പറഞ്ഞു. ബിരിയാണിയുടെ ഒരു വലിയൊരു എസ്സേ തന്നെ ഇവിടെ ഉപന്യസിച്ചു കഴിഞ്ഞു. അതല്ലാതെയും ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് നമുക്ക് അറിയാം. എന്നാൽ ഏതാണ് അടുത്ത സെക്കൻഡ് ഓപ്ഷൻ? ഹെൽത്തി ആയിട്ട് ചിന്തിച്ച് പറയുന്നൊന്നുമല്ല, പക്ഷെ എനിക്ക് ആക്ച്വലി ഈ ബ്രക്കോലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്തൊക്കെയാണ് ഇതൊക്കെ? ഇതല്ലാതെ ഒരു നിങ്ങൾ വായിക്കുന്നൊക്കെ പറഞ്ഞു വേറെ ഹോബി, ഇപ്പം ഒരു ഷൂട്ടൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് എക്സ്ട്രാ എഫർട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ഒരു ആക്ടർ എന്ന നിലയിൽ? എന്ന രീതിയിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ജനറൽ നോളജ് ഉണ്ടാക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ പൊതുസ്ഥലത്ത് ഉണ്ടാകുന്ന സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി സംസാരിക്കാനൊന്നും അറിയില്ലെങ്കിലും നാളെ ഒരു കൺസെപ്റ്റിനെ ചുറ്റി ചിന്തിക്കുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ബുക്സ് ആണെങ്കിലും അതെ, നമ്മുടെ ഭാവനയെ നമ്മുടെ ഒരു സിനിമയിൽ ചേരാൻ പറഞ്ഞ പോലെ ഭാവനയെ ഒരുപാട് ഉണർത്തുന്നത് അതെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബുക്സ്. പിന്നെ സിനിമ കാണലുണ്ട്. സിനിമ ഒരുപാട് ഇരുന്ന് കാണും. ഏത് ജോണറാണ്? സത്യം പറയണ എനിക്ക് മലയാളം മൂവീസ് ഇഷ്ടം. മലയാളം ഓൾഡ് മൂവീസാണ് ഏറ്റവും ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഓപ്പൺ ആയിട്ടുണ്ട് പറയാം. എനിക്ക് ഇപ്പോൾ നസീർ സാറിന്റെ കാലത്തെ പടങ്ങൾ അങ്ങനെ ഇരുന്ന് കാണുമൊന്നുമില്ല. ഞാൻ പറയുന്ന ഒരു 1980s to 2000 ആ ടൈമിലാണ് ലാലേട്ടൻ, മമ്മൂക്കയുടെ എല്ലാം, ദിലീപേട്ടൻ എല്ലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിലാണ് നമ്മളൊക്കെ ജനിച്ചത്. അപ്പോൾ നമുക്ക് ദൂരദർശനിൽ നമ്മൾ പണ്ട് 4 മണിക്ക് കാണുന്ന സിനിമകളുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെയൊക്കെ ഒരു ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ആഗ്രഹം മുള പൊട്ടിച്ചതും അത് തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ട ഒരു സിനിമയുടെ ഒരു വേഷം വന്നാൽ 80s 90s ഇറങ്ങിയ ഒരു സിനിമ, നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, അപ്പൊ അതിനകത്ത് ഒരു വേഷം ചൂസ് ചെയ്യാം. അത് കിട്ടുവാണെങ്കിൽ ഏത് ഇപ്പൊ ദിലീപേട്ടൻ്റെ, ലാലേട്ടൻ്റെ, മമ്മൂട്ടിയുടെ, ജയറാമിൻ്റെ ഒക്കെ സിനിമകൾ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്ന തകർത്തേനെ എന്ന് തോന്നിയ വേഷം ഏതാണ്? എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി
ഇപ്പൊ മീനത്തിൽ താലികെട്ടിലൊക്കെ അത് ഓക്കെ, നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യുന്ന ഒരു സാധനമാണ്. അതെനിക്കും ഞാൻ പറയണ അതും ഞാൻ നന്നായി ചെയ്യുന്നല്ല, കാരണം അത് ചെയ്ത് വെച്ച് നിങ്ങൾ നന്നായി ചെയ്യില്ല, നമുക്ക് ചെയ്യാൻ ആഗ്രഹം അങ്ങനെ എല്ലാവരോടും ചെയ്യും. അങ്ങനെ എൻ്റെ ഇടയിൽ വടയൊക്കെ നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ ഭംഗിയുണ്ടോന്നും അറിയില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് മനസ്സ് പറയും. തീർച്ചയായിട്ടും. അല്ല, ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് എന്താണ് ഈ കുക്കിംഗ് എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ആയിരിക്കാം, എനിക്ക് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം? അതോ ആയിപ്പോയതാണോ? ആയിപ്പോയതാണ്. പിന്നീട് മനസ്സിലാക്കി നമുക്ക് ഇതിനകത്ത് ഒരു അഭിരുചി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് നമുക്ക് അതിനകത്ത് കൂടുതൽ ശോഭിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് പ്ലാൻ ചെയ്തൊരു ഷെഫ് ആവണമെന്നും പറഞ്ഞ് ഞാൻ വന്നില്ല. എൻ്റെ ഒരു സാഹചര്യത്തിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു വെയിറ്റർ ആയിട്ടൊക്കെ തുടങ്ങി, പിന്നീട് കിച്ചണിൽ കയറി അങ്ങനെ വന്നേ. നമ്മുടെ കുടുംബശ്രീ ശാരദയിലെ ജീവൻ, അതിൽ രാജീവ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നീ ഇത് എങ്ങനെ ഒപ്പിച്ചെന്ന് ചോദിച്ചു, ഇതെങ്ങനെ കുക്ക് ചെയ്തു എനിക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞു. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, പുള്ളിയെ പോലെ ഒരു മനുഷ്യന് നീ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താണ് ഉണ്ടാക്കി കൊടുത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അടിപൊളിയായി, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കാകെ ടെൻഷനാണ്, ഞാൻ പോകുന്നുണ്ട് ആ ഷോയ്ക്ക്, അതൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അവനാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. ഒരു അഭിനയത്തിൽ നിങ്ങൾ ഭയങ്കര പാഷനായിട്ട് നടത്തുന്ന ഒരാളാണ്. ഏറ്റവും ഇൻസ്പയർ ചെയ്ത മലയാളം നടത്തുന്ന പറയണ്ട, അത് നിങ്ങൾക്ക് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഇൻസ്പയർ ചെയ്ത് ഇപ്പൊ കമലഹാസൻ സാർ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ അല്ല ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നിങ്ങളെ ഒരു ഇൻസ്പയർ ചെയ്ത അല്ല ഇങ്ങനെ ഒരു അഭിനേതാവാരാണ്? എനിക്ക് ക്യാമറ ഉണ്ടെന്ന് തോന്നി അഭിനയിക്കാത്ത എല്ലാ നടന്മാരെയും ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഞാൻ വലിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആക്ടറിനെ പുള്ളി അഭിനയിക്കുമ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. സത്യം. ഇപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു ആളെ പോലെ നമ്മുടെ മണിയേട്ടനല്ലേ അല്ലെങ്കിൽ ഇത് നമ്മുടെ ആളല്ലേ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെപ്പോഴും എനിക്ക് അങ്ങനെയുള്ള ഭയങ്കരമായിട്ട്. നമ്മൾ ഈ കഥയൊക്കെ പറയുന്നതിനിടയ്ക്ക് പുള്ളി വട ഇങ്ങനെ അമ്മായി അപ്പം ചുട്ടു വെച്ചെന്ന് പറഞ്ഞ പോലെ എന്റെ പണി ചെയ്തില്ലെങ്കിലോ, അത് നമ്മളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ചുട്ടടുക്കി ഇങ്ങനെ വെച്ചു. ഇതിന്റെ കൂടെ ശരിക്കും ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു ചൂട് ചായയും ഇതിന്റെ ഒരു ചട്നിയൊക്കെ ഉണ്ട് ഇതിന്റെ കോമ്പിനേഷൻ അല്ലേ? ഒരു ചട്നി ആക്ച്വലി നമുക്കത് ഓപ്ഷനിലാണ്. ഞാനൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നുമില്ല, ഇച്ചിരി തക്കാളി, ഇച്ചിരി സബോള, പിന്നെ ഇച്ചിരി എന്താ പറയുക ഉപ്പും അല്ലെങ്കിൽ ഇത്തിരി വിനീഗർ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടി. അത്രേ ഉള്ളൂ. അത് മുക്കി കഴിക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പ്രബിന്റെ ചെമ്മീൻ വട ദേ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയൊന്നും പറയുന്നില്ല, മുമ്പ് തന്നെ കഴിക്കാം. അല്ലട്ടോ, നമ്മുടെ വട കഴിക്കുന്ന അതേപോലെ ആണല്ലേ, ഉഴുന്നുവടയുടെ അതേ ആ ഒരു ചെമ്മീന്റെ ബൈറ്റ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അടിപൊളി. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡിഷ് നമുക്ക് ഉണ്ടാക്കി തന്ന ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നിങ്ങളെ വെറും കൈയോട് വിടുന്നില്ല, നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ്. താങ്ക് യു. 916 കോക്കോ ബ്രാൻഡിന്റെ ഒരു വെളിച്ചെണ്ണയാണ്. സൺഡിപ്സിന്റെ ഒരു ഗിഫ്റ്റ്. അപ്പോൾ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു വളർന്നു വരുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ ആദ്യത്തെ സീരിയലിലൂടെ ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്ക് ഇഷ്ടമാണ് ഇദ്ദേഹത്തെ. ഇപ്പം മനസ്സിലുള്ള ആഗ്രഹം പോലെ യാത്രകൾ അല്ലെങ്കിൽ നല്ല ഭക്ഷണം, എന്നും ബിരിയാണി കിട്ടട്ടെ, ആഗ്രഹിച്ച പോലുള്ള വേഷങ്ങളും സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എത്രയും പെട്ടെന്ന് തന്നെ നല്ല നല്ല വേഷങ്ങൾ തേടി എത്തുമെന്ന് എനിക്കും പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുകയാണ്. സി കേരളം പ്രേക്ഷകർക്ക് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയാം, എന്നെ അറിയുന്നുണ്ടാവും സി കേരളം പ്രേക്ഷകർക്ക്. കാരണം അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, കാരണം അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതും. അപ്പോൾ എന്നെന്തായാലും എനിക്ക് അഭിമാനത്തോട് പറയാം, ഷെഫ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. എനിക്കറിയില്ല, ക്യാമറ കട്ട് ചെയ്ത് ചോദിക്കണം. സോ എല്ലാവർക്കും വലിയ നന്ദി. ഈ പ്രോഗ്രാം ഇത്ര നേരം കണ്ടതിലും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. നമുക്ക് കബാബ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി തന്തൂറിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ. പക്ഷെ അത് വീട്ടിലുണ്ടാക്കാൻ എല്ലാവർക്കും ഒരു മടിയാണ്. അത് ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും, അല്ലെങ്കിൽ അത് ഓവൻ വേണം, അല്ലെങ്കിൽ തന്തൂറൊക്കെ വേണം, അവരിലൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷെ നമുക്ക് പാനിലായാലും സിമ്പിളായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റൈൽ പോലുള്ള കബാബ് ഉണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ചിക്കൻ്റെ ഒരു കബാബാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചിക്കൻ്റെ ലെഗ് പീസ് ബോൺലെസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ ലെഗ്സ് കട്ട് ചെയ്ത് ബോൺലെസ് ആയിട്ട് കിട്ടും, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഏറ്റവും ആദ്യം അതിനൊരു ഫസ്റ്റ് മറിനേഷൻ എന്ന് പറയും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കടുകെണ്ണയും ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് മറിനേറ്റ് ചെയ്ത് വെക്കും. പിന്നീടാണ് സെക്കൻഡ് മറിനേറ്റ് ചെയ്യുക. പിന്നെ അതിനെ ബെൻഡ് ചെയ്യാനായിട്ട് കടലപ്പൊടി ബട്ടറിനകത്ത് വെച്ചിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 1-2 ടിപ്സ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണ്. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് മറിനേഷൻ പോകാം. ഫസ്റ്റ് മറിനേഷന് ഒരു ബൗളിൽ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും മതി. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്.
ആവശ്യമുള്ള ഉപ്പിടുന്നു. കടുകെണ്ണയാണ് ഉപയോഗിക്കുക. കടുകെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് നോർമൽ ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ കടുകെണ്ണയിൽ ഈ കബാബൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകതരം സ്വാദാണ്. നന്നായിട്ട് മിക്സാക്കി ഈ ചിക്കനിലേക്കൊരു സാധാരണ ഒരു ഹാഫ് ആൻ അവർ ഈ ഫസ്റ്റ് മറിനേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് ഇതിൻ്റെ സെക്കൻഡ് മറിനേറ്റ് ചെയ്യുക. ഈ ഫസ്റ്റ് മറിനേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ സെക്കൻഡ് മറിനേഷന് മുമ്പായിട്ട് കടലപ്പൊടി ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കും. ആ സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ്. അതിൻ്റെ ഈ മസാലയൊന്നും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കുന്നു. ലേശം ബട്ടർ, കുറച്ച് നോർമൽ ഓയിലും കൂടെ ഒഴിക്കാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കടലപ്പൊടിയാണ്. അപ്പോൾ ഗ്രാം ഫ്ലോർ എന്ന് പറയുമ്പോൾ കടലമാവ് ഒരു 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഈ കടലമാവ് ബട്ടറിൽ സോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇതാണ് ഈ മസാലയ്ക്കകത്ത് ചേർക്കുമ്പോൾ ഈ മസാലയ്ക്കകത്ത് ഈ ചിക്കനും ആ മസാലയും കൂടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലെൻഡ് ചെയ്യുന്നത്. കടലമാവ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ നിറം മാറും നമുക്ക് കാണാം. അപ്പോൾ തീന്ന് മാറ്റി വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് മാറും. ഈ ഒരു ബട്ടറിൽ വെളുത്തുള്ളിയും പച്ചമുളകും കടലമാവും കൂടെ മൂപ്പിച്ചെടുത്ത് വെച്ചിരിക്കുകയാണിത്. ഇതാണ് നമ്മൾ മസാലയിലേക്ക് ചേർക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് മാറ്റി നമ്മൾ വെച്ചു. ഇനി നമുക്ക് എൻ്റെ ഫസ്റ്റ് മറിനേഷൻ ചെയ്യാനായിട്ട് കബാബിന് ആദ്യം വേണ്ടത് നമുക്ക് നല്ല കട്ട തൈരാണ്. വെള്ളം അധികമില്ലാത്ത കട്ട തൈര്, കാശ്മീരി മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാല, മല്ലിപ്പൊടി ഓപ്ഷണലാണ്, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക്. ഫസ്റ്റ് നമ്മൾ ആ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ മസാലയ്ക്കൂടെ ആവശ്യമുള്ള ഉപ്പൂടെ ചേർക്കുന്നു. ലൈം ജ്യൂസ്, കുറച്ച് കസൂരി മെത്തി. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മറിനേഷൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത് കാരണം ഇതിനകത്ത് അതിൻ്റെ ആവശ്യമില്ല. വീണ്ടും കടുകെണ്ണയിലാണ് ഇത് മറിനേറ്റ് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലോട്ടാണ് നമ്മൾ ആ മെൽറ്റ് ചെയ്ത ഒരു ചൂടാറി കഴിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. കടലമാവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മെൽറ്റ് ചെയ്ത സംഭവമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തു. ആദ്യം ഫസ്റ്റ് മറിനേറ്റ് ചെയ്ത ചിക്കൻ ഈ മസാലയിലേക്ക് ഇടുകയാണ്. ഇതൊരു അരമണിക്കൂർ മറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാൽ വളരെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ സാധാരണ മറിനേറ്റ് ചെയ്ത് ഓവർ നൈറ്റായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആകും. ഇന്ന് രാത്രി നാളത്തേക്ക് ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിൽ ഇന്ന് തലേ ദിവസവും ഈ മസാലയൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതിനൊരു 20 മിനിറ്റ്സ് മുമ്പ് വെളിയിലെടുത്ത് വെച്ചാൽ മതി. അത് സാധാരണ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ആ ഓവൻ ട്രേയിൽ 180 ഡിഗ്രിയിൽ ഇത് നിരത്തി വെച്ചിട്ട് 10 to 12 മിനിറ്റ്സ് ആ ചിക്കൻ്റെ പീസിൻ്റെ സൈസ് അനുസരിച്ചിട്ട് 10 മുതൽ 12 മിനിറ്റിനുള്ളിൽ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് പാനിനകത്തും ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മറിനേറ്റ് ചെയ്ത് നമ്മൾ വെച്ചു. ഇനി നമ്മൾ പാനിനകത്ത് ഈ ചിക്കൻ്റെ കബാബ് ഗ്രില്ല് ചെയ്യാൻ പോകും. പാൻ ചൂടായാൽ നോർമൽ ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാം. ഈവൻ ബട്ടറിനകത്ത് ചെയ്യാം. നമ്മൾ നോർമൽ ഓയിൽ ഒഴിക്കുകയാണ്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ആ ചിക്കൻ്റെ പീസ് ചെറുതായിട്ടിട്ട് ഫ്രൈ ചെയ്ത് പാനിൽ ഈ ചിക്കൻ ഇട്ടിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് ആണ് ഒരു സൈഡ് ഗ്രില്ല് ചെയ്യുന്നു. പിന്നീട് വീണ്ടും തിരിച്ചിട്ടിട്ട് ഒരു റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു 3 to 5 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ റെഡിയാവും. നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് എണ്ണയിൽ ഉപയോഗിക്കാം, ബട്ടറിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വളരെ ഒട്ടും എണ്ണയില്ലാതെ ഫ്ലെയിം ചെയ്തിട്ടൊക്കെ നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന രീതി വേണേലും ഈ മറിനേറ്റ് ചെയ്തിട്ട് ഏതുതരം മീറ്റും കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ ചിക്കൻ വെച്ച് ബട്ടർ ചിക്കൻ, നിങ്ങൾ ഈ ചിക്കൻ മക്കിനി ബട്ടർ ചിക്കനൊക്കെ സോസൊക്കെ ഉണ്ടാക്കിയാൽ ഇതേ മറിനേഷനുള്ള ചിക്കൻ ഇട്ടിട്ട് ചെയ്താൽ കൂടുതൽ സ്വാദാണ്. അപ്പോൾ ഇത് ചിക്കനകത്ത് ചെയ്യാം. മറ്റൊരു ഇഷ്ടപ്പെട്ട ഈവൻ ഫിഷിനകത്തായാലും ഇതേപോലെ ഫിഷ് കബാബൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പോലും ഇതേ മറിനേഷൻ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് കുറച്ചുകൂടെ സ്പൈസി ആക്കാനായിട്ട് ലേശം പച്ചമുളക്, ഫ്രഷ് മല്ലിയില, ലേശം ബ്ലാക്ക് പെപ്പർ,
ആ ചിക്കൻ്റെ സോസും ആ മസാലകളെല്ലാം കൂടെ പെരണ്ട് കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ഏത് രീതിയിൽ വേണം, നിങ്ങൾക്ക് ഇനി ഇത് ഗ്രേവി ആക്കണമെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ ഒക്കെ നിങ്ങൾക്കൊരു പുതുമയാണെങ്കിൽ ഇതിനകത്ത് ക്യാപ്സിക്കം ഒക്കെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് അല്ലെങ്കിൽ ഉള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വേറെ തരം ഒരു സ്റ്റാർട്ടർ ഡിഷാവും. ഇതൊരു ഡ്രൈ ആയിട്ട് കഴിക്കാൻ വേണ്ടി ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യും. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫ്രൈഡ് ആയിട്ടുള്ള കബാബാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.